നിലവിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന ആഭ്യന്തര കലാപങ്ങൾക്കൊടുവിലും രാഷ്ട്രീയ അശാന്തിക്കൊടുവിലും 2025 സിറിയയിലെ നിയന്ത്രണ സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഡിസംബർ 2024 ബാഷാർ അൽ ആസാദ് ഭരണകൂടം തകർന്നതോടെ രാജ്യത്ത് പുതിയ ഭരണഘടനാപരമായ മാറ്റങ്ങൾ നടപ്പിലായി. സിറിയയും ഇസ്രായേലും അവസാനം ഒരുപാട് വർഷത്തെ സംഘർഷത്തിനും ആഭ്യന്തര യുദ്ധത്തിന് ശേഷം രണ്ട് വലിയ ശത്രുരാജ്യങ്ങൾ തമ്മിലുള്ള കനത്ത സംഘർഷത്തിന് അവസാനം കുറിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിരിക്കുന്നു. 2024 ഡിസംബർ 8 ബഷാർ അൽ ആസാദിന്റെ ആസാദ് ഭരണകൂടം തുർക്കി പിന്തുണ നൽകുന്ന സിറിയൻ നാഷണൽ ആർമി അട്ടിമറിക്കുകയുണ്ടായി. അതേ തുടർന്ന് സിറിയയുടെ ഭരണം ഇടക്കാല ഭരണഘടന പ്രസിഡൻഷ്യൽ സംവിധാനത്തിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് ഡമാസ്കസ് കേന്ദ്രീകരിച്ച് അഹമ്മദ് അൽ ഷാര 2025 ജനുവരിയിൽ അധികാരമേറ്റു. 2012 സിറിയയിലെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് അമേരിക്ക സിറിയയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചുവെങ്കിലും 2025 ഇടക്കാല ഭരണകൂടത്തിന്റെ വരവോടെ ആദ്യമായി ഡമാസ്കസിൽ അമേരിക്കൻ പതാക ഉയർത്തി. സിറിയയുടെ മേൽ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ സാമ്പത്തിക നിയന്ത്രണങ്ങളും നീക്കം ചെയ്യാൻ അമേരിക്ക പ്രഖ്യാപനമുണ്ടായി. എന്നാൽ അഹമ്മദ് അൽ ഷാറ തുർക്കിയുമായി പ്രതിരോധ കരാറുകൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് സിറിയയുടെ പുതിയ ഭരണത്തിൽ തുർക്കിയുടെ ഇടപെടൽ വർദ്ധിക്കുന്നത് ഇസ്രായേലിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സൗദി അറേബ്യ സിറിയയിലെ പുതിയ ഭരണത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാന അജണ്ടകളാണുള്ളത്. സിറിയയിൽ പ്രവർത്തിക്കുന്ന പാലസ്തീൻ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം. 2. ഹമാസിനെ പോലെ ഭീകരർക്ക് പിന്തുണ നൽകുന്ന തുർക്കിക്ക് സിറിയയുടെ മേലുള്ള സ്വാധീനം. 3. സിറിയയിലെ അലവൈറ്റ്സ്, ദ്രൂസ്, കുർദ്, ക്രിസ്ത്യൻ മുതലായ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ. എന്നാൽ അഹമ്മദ് അൽ ഷാറ തുർക്കിയുമായി പ്രതിരോധ കരാറുകൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് സിറിയയുടെ പുതിയ ഭരണത്തിൽ തുർക്കിയുടെ ഇടപെടൽ വർദ്ധിക്കുന്നത് ഇസ്രായേലിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കാരണം 1999 പാലസ്തീൻ മിലിറ്റൻസിനെ ജോർദാനിൽ നിന്നും പുറത്താക്കിയതിനെ തുടർന്ന് ഹമാസ് ഡമാസ്കസ് കേന്ദ്രീകരിച്ച് 2012 ആഭ്യന്തര കലാപവും അതേ തുടർന്ന് പാലസ്തീൻ മിലിറ്റൻസ് സിറിയയിൽ നിന്നും പലായനം ചെയ്തു. അന്നു മുതൽ പാലസ്തീൻ മിലിറ്റൻസ് ഗ്രൂപ്പുകൾ പ്രധാനമായും പാലസ്തീനി ഇസ്ലാമിക് ജിഹാദ് ആസാദ് ഭരണകൂടവുമായി ബന്ധപ്പെട്ടിരുന്നു. സിറിയയിൽ അവരുടെ സാന്നിധ്യം നിലനിർത്തുകയും ചെയ്തിരുന്നു. സിറിയയിൽ നിന്നുകൊണ്ട് ലെബനോൻ വഴിയും സിറിയയിൽ നിന്ന് നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുമ്പോൾ മെയ് 24 തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാനുമായി അഹമ്മദ് അൽ ഷാര ഉഭയകക്ഷി ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ സഹകരണം തികച്ചും എനർജി, ഡിഫൻസ്, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ മേഖലകളിൽ വികസനം ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരിക്കും. ഇസ്രായേൽ ബോർഡറിനടുത്ത് തുർക്കിയുടെ ഫോഴ്സ് വിന്യസിച്ചിരിക്കുന്ന കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അഹമ്മദ് അൽ ഷാര ഭരണകൂടത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർത്തുന്ന സുരക്ഷാ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. വിദേശ ജിഹാദീസ് സേനയുടെ സാന്നിധ്യം. ഹയത് തഹ്രീർ അൽ ഷാം HTS ഉൾപ്പെടെ നിരവധി ജിഹാദി ഗ്രൂപ്പുകൾ സിറിയൻ സുരക്ഷാ ഭീഷണി തുടരുന്നു. മിലിഷ്യ ഭരണവും നിയമത്തിന്റെ അഭാവവും. അൽ ഷറയുടെ ഭരണത്തിൽ ഒരു ഏകീകൃത സൈനികമോ പോലീസ് സേനയോ ഇല്ല. മിലിഷ്യ ഗ്രൂപ്പിനെ പറ്റി പറയുമ്പോൾ സിറിയയിലെ മിലിഷ്യ ഭരണം എന്നത് 2020കളിൽ ആരംഭിച്ച് 2025ഓടെ ശക്തി പ്രാപിച്ച ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ബാഷാർ അൽ ആസാദിന്റെ ഭരണ തകർച്ചയ്ക്ക് ശേഷം കേന്ദ്രഭരണ സംവിധാനമില്ലാതെ പ്രവർത്തിക്കുന്ന ആയുധധാരികളായ മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഇവർ. 2011-2020 ആസാദ് ഭരണ കാലഘട്ടത്തിലെ സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് പിറവികൊണ്ട പല മിലിറ്റന്റ് ഗ്രൂപ്പുകളും സിറിയയുടെ പല ഭാഗങ്ങളിൽ അധികാരമേറ്റെടുത്തു. അങ്ങനെ അധികാരമേറ്റെടുത്ത ചില മിലിറ്റന്റ് ഗ്രൂപ്പ്സാണ് HTS, ഹയത് തഹ്രീർ അൽ ഷാം, സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് SDF എന്നറിയപ്പെടുന്നു, കുർദ് അറബ് സഖ്യം എന്നും അറിയപ്പെടുന്നു. ആസാദിന് അനുകൂലിയായ സിറിയൻ ഗവൺമെൻറ്, പിന്നെ നമ്മളെപ്പോഴും കേൾക്കാറുള്ള ISI, ഇവരുടെ സാന്നിധ്യം സിറിയയിൽ നിലനിൽക്കുന്നുണ്ട്. 3. മതപരമായ സംഘർഷങ്ങളും ന്യൂനപക്ഷങ്ങളുടെ പീഡനങ്ങളും. അൽ ഷറയുടെ ഭരണത്തിൽ സിറിയയിലെ അലവൈറ്റ്സ്, ദ്രൂസ്, കുർദ്, ക്രിസ്ത്യൻ മുതലായ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വർഗീയ സംഘർഷങ്ങളും പീഡനങ്ങളും വർദ്ധിക്കുന്നതാണ് ഉണ്ടായിരിക്കുന്നത്.
ഇതേക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൽ ആശങ്കകൾ നിലനിൽക്കുന്നു. സിറിയയുടെ ഭാവി ഒരു ഏകീകൃത ഭരണകൂടത്തിലേക്ക് മാറുമോ എന്നത് നോക്കിയിരിക്കുന്നു കാണേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥ മിലിഷ്യ ഫെഡറേഷൻ പോലെയാണ്. സിറിയയിലെ പുതിയ ഭരണകൂടത്തിന് കീഴിൽ ഇനി സിറിയയിലെ ആഭ്യന്തരപരമായിട്ടുള്ള പ്രശ്നങ്ങളും കലാപങ്ങളും കൂടുമോ? ഇനി മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള സാമ്പത്തിക നയതന്ത്രപരമായിട്ടുള്ള ഇടപാടുകൾ ഇനിയും സിറിയ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ഇനി അടുത്തുള്ള വീഡിയോകളിൽ നമുക്ക് പരിശോധിക്കാം.